ഹലോ. അങ്ങനെ നമ്മൾ ഹനോയ് ലാൻഡ് ചെയ്തേ. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 3 AM ആണ്. ഈ ഹനോയ് ആണ് വിയറ്റ്നാമിൻ്റെ നോർത്തേൺ സൈഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ലാസ്റ്റ് സ്ഥലം, ഡെസ്റ്റിനേഷൻ. അപ്പോൾ കണ്ടോ, മോർണിംഗത്തെ ആ ഉറക്കം പോയിൻ്റൊക്കെയാണ് കുറച്ച് പൂക്കി പ്രോസസ്. അങ്ങനെ നമ്മൾ ലഗേജും വാങ്ങിച്ചു, നമ്മൾ നേരെ പുറത്തോട്ട് കിടക്കാൻ വെച്ചു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേ നമ്മളെ കുറേ ഡ്രൈവേഴ്സ് വന്നുകൊണ്ട് പൊതിഞ്ഞു കേട്ടോ, കുറേ ടാക്സിക്കാരാണേ. പക്ഷേ ഇവിടെ ടാക്സി എടുക്കൽ ഞാൻ നല്ലൊരു സജഷൻ പറയില്ല. ബിക്കോസ് ഗ്രാബ് നമുക്ക് ബെസ്റ്റ് സർവീസും ബെസ്റ്റ് റേറ്റും തരുന്നുണ്ട്. അപ്പോൾ നമ്മളും ഗ്രാബ് എടുത്തു, നല്ല ഒരു 7 സീറ്റർ വണ്ടി എടുത്തു. ഇനി നേരെ നമുക്ക് ഹോട്ടലിലോട്ട് പോകണം. നമ്മൾ ഓൾറെഡി ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്ത അഗോഡ വഴിയായിരുന്നേ. അപ്പോൾ അവരായിട്ട് നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ 3 മണിക്ക് വരും. സാധാരണ കേസിൽ ഇവിടെ ചെക്ക് എന്ന് പറയുന്നത് നൂൺ ടൈം ആണല്ലോ, ഒരു 1 PM അല്ലെങ്കിൽ 2 PM. പക്ഷെ നമ്മൾ ഏർലി മോർണിംഗ് ഇത്ര നേരത്തെ എത്തുന്നതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഹാഫ് ദ റേറ്റ് തന്നാൽ മതി, അവർ നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എഗ്രി ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോകണേ. അപ്പോൾ റോഡിലൊന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല, വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്, ഫുൾ ലൈറ്റ് ഉള്ളതും ഹനോയിലോട്ടുള്ള. അപ്പോൾ ഹനോയിൽ നമ്മൾ താമസിക്കണമെന്ന് പറഞ്ഞാലും ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നേ. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് 45 മിനിറ്റ്സിൽ നമ്മളെ ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ അപ്പോഴും സ്ട്രീറ്റിൽ കണ്ടോ, ഇപ്പം ഏർലി മോർണിംഗ് 4 AM ആട്ടോ, ഇപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെക്ക് ഇൻ പ്രൊവിഷൻ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ലീപ്പി കൊണ്ട് നമ്മൾ നേരെ കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ കഫേയില്ലേ, ഈ കഫേൻ്റെ മുകളിലാണ് നമ്മളെ ഹോട്ടൽ. അങ്ങനെ നമ്മൾ വീണ്ടും സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ഇന്ന് ഹനോയിൽ കുറച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോറേഷനാണ്. ഈ ഹനോയ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ക്വാർട്ടർ, അവിടെ നമ്മൾ താമസിക്കുന്നത്. പഴയ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങും ഓൾഡ് ടൗൺ ആണ് ഈ ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഹനോയിൻ്റെ. അപ്പോൾ പല സ്ഥലത്തും പല പഴയ മറ്റേ വീടുകളും കടയൊക്കെ പഴയ ഒരു ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു പഴയൊരു വിൻറ്റേജ് മൂഡാണ് മൊത്തത്തിൽ. അങ്ങനെ ഇനി ഫസ്റ്റ് നമ്മൾ പോകണ ഒരു കത്തീഡ്രലാണ്, സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന് പറയണത്. അപ്പോൾ അങ്ങോട്ട് പോകണം, അവിടെ ഉള്ളിലൊന്ന് കയറണം. അങ്ങനെ ഇന്ന് മൊത്തം ഒരു സ്ട്രീറ്റ് എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ കണ്ടോ, ഒരു വിൻറ്റേജ് ടൈപ്പ് ഓഫ് ചേർച്ചാണ് ഫുൾ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറാമെന്ന് വെച്ചു. അത്യാവശ്യം വലിയൊരു ചർച്ചാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രെയറൊക്കെ ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഉച്ച എന്ന് പറഞ്ഞാൽ ഒരു 1 PM കഴിഞ്ഞായിരുന്നു, 1:32 ആയിരുന്നു. അങ്ങനെ അപ്പോഴേക്കും ടൂറിസ്റ്റേഴ്സ് വന്നു തുടങ്ങി. ഇവിടെ ഹോച്ചിമിൻ സിറ്റി പോലെയല്ല, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഹോച്ചിമിൻ സിറ്റിയിൽ ഇത്ര ചൂടുണ്ടായിരുന്നില്ല, ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് സ്റ്റോളിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സുവീനേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. വിയറ്റ്നാം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം. അപ്പോൾ ഇപ്പോൾ എന്തോ അവർക്കൊരു സെലിബ്രേഷൻ നടക്കണം, അതിൻ്റെയാണ് ഈ തോരണങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കാരണം വെച്ചാൽ ഒന്നും കഴിച്ചിട്ടായിരുന്നില്ല. അപ്പോൾ ബ്രഞ്ച് ആവട്ടെ വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് വെറൈറ്റി ബ്രഞ്ച് ഓർഡർ ചെയ്തു. അങ്ങനെ തൊട്ടടുത്തൊരു കഫേ ആയിരുന്നേ. അപ്പോൾ ഇനി ഇവിടുന്ന് എനിക്ക് മെയിനായിട്ടൊരു എഗ് കോഫി, വിയറ്റ്നാമിൻ്റെ മെയിൻ അടിപൊളി സാധനമാണ് എഗ് കോഫി. അപ്പോൾ അതും ഒരു മസ്റ്റ് ട്രൈ ആട്ടോ, വിയറ്റ്നാമിൻ്റെ യുണീക്ക് ഡിഷാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ച് ബ്രഞ്ചെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ടോ, ഇവിടെ ഞാൻ പറയില്ല, ഒരു സെലിബ്രേഷൻ്റെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് വിത്തിൻ 2 to 3 days ഞങ്ങൾ ചെന്നതിൻ്റെ. അതിൻ്റെയാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾഡ് ക്വാർട്ടർ. ഇതിന് ചുറ്റിലും പല വ്യത്യസ്തമായ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോഴ്സുകളും ഓരോ ഏരിയ ഓരോ സാധനങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിതേ വീണ്ടും നടന്നു. അപ്പോൾ ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം ഒരു പഴയ ടൈപ്പ് ഓഫ് വിൻറ്റേജ് ലുക്കാണ്. അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ കയറിയത് മൊത്തം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്ലവേഴ്സാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും. അങ്ങനെ ഞങ്ങളും ഒരു ഷോപ്പിൽ കയറി. നമ്മളും കാണിച്ചാൽ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടി, ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിച്ചു. അപ്പം നമുക്കും നല്ല റേറ്റിന് ഒരു സാധനങ്ങൾ തരുന്നു കേട്ടോ. ബിക്കോസ് അതാണ് വിയറ്റ്നാമിൽ ചെന്ന് നമ്മൾ മാക്സിമം നന്നായിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെ പിന്നെ അടുത്ത സെക്ഷൻ പോയപ്പോൾ ഇതേപോലത്തെ ടോയ്സാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത മെയിൻ അജണ്ട ട്രെയിൻ സ്ട്രീറ്റ് ആയിരുന്നേ. അപ്പോൾ നമ്മളൊരു ഇതേപോലെ ഗ്രാബ് വിളിച്ചു. അപ്പോൾ മെയിൻ ട്രെയിൻ സ്ട്രീറ്റിൽ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയണത്, ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇപ്പോൾ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ കണ്ടോ, പഴയ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ 2 സൈഡും ബാരിക്കേഡ് വെച്ച് അങ്ങനെ അടച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ സ്ഥലത്ത് പോയാൽ കാണാൻ പറ്റുമെന്ന് ഇതേപോലെ ഒരാളെ പരിചയപ്പെട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അങ്ങോട്ടൊരു ടാക്സി എടുത്തു. എന്നുവെച്ചാൽ ഇവിടെ ഗ്രാബ് നോക്കി കിട്ടിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ടാക്സി എടുക്കരുത്, ബിക്കോസ് അവർ ഭയങ്കര റേറ്റ് നമ്മൾ ചാർജ് ചെയ്യും. അപ്പം ഞാൻ ഇതിൽ എവിടെ പോകണം എന്നുള്ള ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇവിടെ പോകേണ്ട നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ സ്ട്രീറ്റ് പക്കയായിട്ട് കിട്ടും.
അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് ഹനോയിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു ആൾട്ടർനേറ്റ് പ്ലേസ് ആണ്, ഈ ട്രെയിൻ സ്ട്രീറ്റ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പേര്, ഇതാണ് സ്ഥലം. ഈ ഒരു ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ് പേര്, ഒരു നമ്പർ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഗ്രാബിൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യണത് വളരെ നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്കിനി നേരെ ഇവിടെ പോയാൽ മതി. അപ്പോൾ ഇവിടെ പോയാലും കണ്ടോ കുറേ ഇതേപോലെ സൈഡിൽ കുറേ കോഫി ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ ഇരിക്കാം, പല അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് 2 ട്രെയിൻ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, 2 ട്രെയിൻ കാണാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളൊരു കോഫി ഷോപ്പിൽ വന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്നായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ പഴയ സ്ഥലത്ത് ഇപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ പേര് ഇങ്ങോട്ടേ വരുന്നത്. അതും കേട്ടറിഞ്ഞും അങ്ങനെ പറഞ്ഞറിഞ്ഞാണ് വരുന്നത്. അപ്പം ഇവിടെ കുറേ പേര് കണ്ടോ, ഈ നമ്മൾ ബിയർ ബോട്ടിലിൻ്റെ അടപ്പ് ഇങ്ങനെ വെക്കും, എന്നുവെച്ചാൽ ഒരു സുവീനർ ആക്കി ഉണ്ട് ട്രെയിൻ കയറി പോകുമ്പോൾ. അപ്പോൾ നമ്മളും ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. അപ്പോൾ ടൈം ആവുന്നതനുസരിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മളും ഹനോയിൻ്റെ ഒരു ബിയർ ബോട്ടിലിൻ്റെ ഇത് നമ്മളവിടെ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരായിരുന്നു. പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വരുമ്പോഴേക്കും കുറേ വിസിൽ വരും. അങ്ങനെ അപ്പോഴേക്കും എല്ലാവരും സാധനം എടുത്ത് മാറ്റും. ഈ കഫേയിലാട്ടോ നമ്മൾ ഇരുന്ന് നല്ല പൊസിഷൻ. അങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ട്രെയിൻ വന്നു. എത്ര അടുത്ത് കൂടെ പോകുന്നറിയോ, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ്. ബിക്കോസ് വിയറ്റ്നാം പോവുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് വൺ ഓഫ് ദ വിയറ്റ്നാമിൻ്റെ യൂണീക്ക് എക്സ്പീരിയൻസും കൂടിയാണ്. നമ്മൾ ഭയങ്കര ക്ലോസ് റേഞ്ച് പോകും. നമ്മളൊന്ന് കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി കഴിഞ്ഞാൽ ട്രെയിൻ ഹിറ്റ് ചെയ്യും. എന്ത് സേഫ്റ്റിയാണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും അടിപൊളിയാണ്. കാരണം വെച്ചാൽ നമുക്ക് വേറെ എവിടെയും ഇത്രയും അടുത്തിരുന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പറ്റില്ല. അപ്പം ഞങ്ങൾ നിന്ന സമയത്തും ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ 2 ട്രെയിനുകൾ ഉണ്ടായിരുന്നേ. ട്രെയിൻ പോയപ്പോൾ ഞാനും വെച്ച സുവീനിയറിൻ്റെ സാധനം എടുത്തുകൊണ്ടോ. അപ്പോൾ ഹനോയ് എന്നുള്ളതിൽ ഭയങ്കര ട്രെയിൻ കയറിപ്പോയത്. അങ്ങനെ പിന്നെ അടുത്ത് നമുക്ക് കുറച്ച് സുവീനിയേഴ്സൊക്കെ മേടിക്കാമെന്ന് വെച്ചു. കാരണം വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്ത് വന്നതും ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വേണമല്ലോ നമുക്ക്. അപ്പോൾ നമ്മളും കുറേ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. അവിടെ നേരെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇറങ്ങാൻ. എന്നിട്ട് ഓൾഡ് ക്വാർട്ടറിൻ്റെ സ്ട്രീറ്റിൽ ഇറങ്ങണം. അപ്പോൾ ഓൾഡ് ക്വാർട്ടർ സ്ട്രീറ്റ് കണ്ടോ, രാത്രി അടിപൊളിയാണ്. കുറേ ഷോപ്പുകൾ, സ്ട്രീറ്റ് ഷോപ്പുകൾ വരും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ ഒരു 8 മണിക്ക് അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ സ്ട്രീറ്റ് സെല്ലേഴ്സ് വരും. ഈ സ്ട്രീറ്റ് സെല്ലേഴ്സ് മൊത്തം കുറേ സെയിലായിട്ടുള്ള സാധനം നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റ് മേടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാരണം നമുക്ക് ദിവസമുണ്ട്, നമ്മൾ ഫസ്റ്റ് ഡേ. ഇനി നമുക്ക് നേരെ ഹനോയിലെ ബിയർ സ്ട്രീറ്റ് പോകണം. ഇവിടുത്തെ ബിയർ സ്ട്രീറ്റും അടിപൊളിയാണെന്ന് കേട്ടില്ല. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യല്ല. കണ്ടോ, ബിയർ സ്ട്രീറ്റ് ഭയങ്കര പവർഫുൾ ആയിരുന്നു കേട്ടോ. ഭയങ്കര പാട്ടും വെളിച്ചും ഒരു നാരോ ഏരിയയിലും മൊത്തം 2 സൈഡും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഹോച്ചിമിൻ സിറ്റി പോലെയല്ല. ഹോച്ചിമിൻ സിറ്റി കുറച്ചും കൂടി ബിൽഡിങ്ങുകളും ഒക്കെ പുതിയ ന്യൂ ടെക്നോളജി, ന്യൂ ബിൽഡിങ്സും അങ്ങനത്തെ അടിപൊളിയായിരുന്നേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അപ്പോൾ ആ ഓൾഡ് സാധനം മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ബിയർ മറ്റേ പബ്ബിലോട്ട് വിളിക്കാൻ ഇങ്ങനെ കുറേ ലേഡീസ് ഉണ്ടാവും, ഇവരെ കുറേ ഷോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോവാണ്ടിരിക്കാം. പക്ഷെ അടിപൊളിയായിരുന്നു. കുറേ ഡാൻസും പാട്ടും. അപ്പോൾ നമ്മളും ഏതെങ്കിലും ഒരു പബ്ബ് കയറണം എന്നുള്ളൊരു മൂഡ് തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നൈറ്റ് നമ്മൾ അവിടെ എൻജോയ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മളിങ്ങനെ മുട്ടും, ഇവിടെ കയറും. അപ്പോൾ നമ്മളെന്ത് ചോദിച്ചാൽ ആദ്യം മൊത്തം സ്ട്രെച്ച് നടന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പബ്ബ് കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ ഞങ്ങൾ മൊബൈൽ ക്യാമറ ഓണാക്കി പിടിച്ച് നടന്നു. അപ്പോൾ നല്ല രസമാണ് അത്. കുറേ പേര് നമ്മൾ എന്താ പറയുക, ക്യാമറയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് ഹായ് ബായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ടോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയതില്ല. ചിലവർ തംസപ്പ് അടിക്കുന്നതും ഒക്കെ കൊടുക്കുന്നതും അത് നല്ല രസമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു മൂഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ റേഞ്ചിൽ നടന്നു. കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം വെച്ചാൽ ഇവിടെ ആയിരുന്നു ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു നാരോ ഏരിയ ഉണ്ട്, നമുക്ക് നടക്കാനും പിടിക്കാനും പെർഫെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളും ഏതെങ്കിലും ഒരു പബ്ബ് കയറാമെന്നുള്ളൊരു പ്ലാനിലെത്തി. അവിടുന്ന് പിന്നെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പബ്ബിൽ നമ്മൾ കയറി കേട്ടോ. പബ്ബ് കയറിയപ്പോൾ തന്നെ നല്ല പാട്ടും ഡാൻസും അടിപൊളിയായിരുന്നു. നല്ല മൂടായിരുന്നു. അപ്പോൾ ഇതേപോലെ പബ്ബിൽ ചിയർഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ കൂടെ നമ്മൾ ഒട്ടും കുറവല്ലാന്ന് വെച്ചാൽ നമ്മളെ പിള്ളേർ അടിപ്പം ഡാൻസ് ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവർ കൂടെ പാട്ടിൻ്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തു. അവർ നമ്മളായിട്ട് ഭയങ്കര കമ്പനി എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അടിപൊളി മൂഡും നല്ല ആംബിയൻസും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കുറേ ഇന്ത്യൻ സ്റ്റെപ്പുകൾ, നമ്മൾ ടിപ്പിക്കൽ കേരള സ്റ്റെപ്പുകൾ നമ്മൾ കുറേ അവർക്കും പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെയായിരുന്നു ഫുൾ ഡാൻസ്. നമ്മളെ പിള്ളേർ ഒട്ടും കുറച്ചില്ല, കട്ടൊക്കെയായിരുന്നു അവർ കൂടി. അങ്ങനെ അച്ഛൻ പൊന്നും അവിടെ തകർത്താടി, സൈഡിൽ കൂടെ ഞാനും രാഹുലും കൂടി. അങ്ങനെ ഡേ 1 ഇൻ ഹനോയ് ഞങ്ങൾ അടിപൊളിയാക്കി. ഇനി റൂം പോകണം, നല്ല റെസ്റ്റ് എടുക്കണം. അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാം. ബൈ.